ഹലോ വെൽക്കം ബാക്ക്. അസ്സാം വലൈക്കും. നമുക്ക് നല്ലൊരു അടിപൊളി ഒരു മോരുകറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായ നല്ല പുളിപ്പുള്ള തൈരും പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ ചിരകിയതുണ്ട്. അതുപോലെ തന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി. നിങ്ങളുടെ കയ്യിൽ മോരുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ തൈര് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്നാകെ ഒഴിച്ച് കൊടുത്ത് അടിക്കാണ്ട് കുറച്ചിച്ച് ഒഴിച്ച് കൊടുത്ത് അരയ്ക്കാം. അപ്പോൾ ഇതാ അരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അതെടുക്കും. പിന്നെ ഇതിന് കൂടെ ഉലുവ, കടുക്, ചെറിയ ജീരകം വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇതാ ചൂടായി വരുമ്പോൾ കുറച്ച് ഒരു ടീസ്പൂണ് നമ്മൾ കടുക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ ഇടാം. ഈ സമയത്തായിരുന്നു കേട്ടോ നമ്മൾ ചെറിയ ജീരകം രണ്ട്, പക്ഷേ എന്നോട് മറന്നുപോയി. ഞാൻ പിന്നീടാണ് അത് ഇട്ടത്. നിങ്ങൾ ഈ സമയത്ത് ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നന്നായി വഴറ്റി ആക്കട്ടോ. അധികം പേരും പിന്നെ തേങ്ങ ഇടാറില്ല, പക്ഷേ തേങ്ങ ഇട്ടൊന്ന് ആക്കി നോക്കണം. അടിപൊളി ടേസ്റ്റായിട്ട്. പിന്നെ ഒന്നും ചോറ്റിനൊന്നും വേണ്ട. അപ്പോൾ അത് കറിവേപ്പിലും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ നന്നായിട്ട് ഇളക്കാം കേട്ടോ. അങ്ങനെ ആയെന്ന് കണ്ടാൽ കുറച്ച് നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് ജീരകം ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഇതാ ഏകദേശം സെറ്റായി വരുന്ന സമയത്താണ് ഞാൻ ബാക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അരപ്പ് ഒഴിച്ചെടുക്കുന്നത്. അരപ്പ് ഒഴിച്ചെടുത്ത് നമ്മൾ കൂടുതൽ തിളക്കാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇതാ സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ ഫീഡ്ബാക്ക് പറയാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.